എന്നൊരു രാജ്യത്തിന്റെ പാഠ്യപദ്ധതിയാകുന്നു പാഠപുസ്തകമാകുന്നു ഇല്ല നിങ്ങൾക്കാകില്ല മാറ്റിമറിക്കാനാവില്ല എന്തായാലും ഇന്ന് കേരള ശാസ്ത്രത്തിൽ ലക്ഷ്യത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലി ജനപങ്കാളിത്തം കൊണ്ടും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും വളരെ സമ്പന്നമാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസങ്ങൾ തിരുത്തിയെഴുതിയ ശാസ്ത്രകഥാനുനായകരെ ഇതിലെ പാഞ്ഞു വരട്ടെ നിങ്ങളുടെ സ്വന്നരഥം ശിലായുഗത്തിലെ ഗുഹാമനുഷ്യൻ തീ കത്തിച്ചതു ശാസ്ത്രം ആധുനികോത്തര മനുഷ്യനെന്ന് ചൊവ്വയിലെത്താൻ ശാസ്ത്രമൊന്നേ സത്യം പാലക്കാട് പട്ടണത്തിലെ വളരെ വേറിട്ട ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നടന്നത്. പൊതുവെ സാമൂഹ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് സംഘടനകളൊക്കെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഖിലേന്ത്യാ ശാസ്ത്ര കോൺഗ്രസ് മാറ്റിവെച്ചതിനെതിരെ ഒരു പ്രതിഷേധം നടക്കുക എന്ന് പറയുന്നത് ഏറെ പുതുമയുള്ളതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഭാരതം അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ട് പിന്നിടുകയാണ് എന്ന് ഞങ്ങൾ അധ്യാപകരൊക്കെ കുട്ടികളോട് കുറച്ച് ആലങ്കാരികമായിട്ട് പല വിശേഷ അവസരങ്ങളിലും പറയാറുണ്ട്. സത്യത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ സംശയം ഈ 3/4 നൂറ്റാണ്ട് മുന്നിലേക്കാണോ പിന്നിലേക്കാണോ എന്നാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യൻ ഭരണാധികാരികളുടെ സമീപകാലത്തുള്ള ചില തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾക്ക് തെളിയിക്കപ്പെടുന്നത് ഈ 3/4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഇന്ത്യ പിന്നിലേക്കാണ് പോകുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാലക്കാട് നഗരത്തിലൂടെ അത് സൂചിപ്പിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നത്. ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനാ മൂല്യങ്ങൾ ശാസ്ത്രത്തിന്റെ ചരിത്രങ്ങൾ കാലത്തിന്റെ തെളിച്ചങ്ങൾ എല്ലാം മാറ്റിമറിക്കാനായി നിങ്ങൾക്കെന്തുണ്ട് അവകാശം നമ്മുടെ രാജ്യം മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ഭരണകർത്താക്കൾ പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, GDP നിരക്കനുസരിച്ചിട്ട് അതിന്റെ വളർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇന്ത്യയിലെ ശാസ്ത്ര സംവിധാനങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നോട്ടേക്കല്ല പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിലേക്ക് ശാസ്ത്ര മേഖല ഏറെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു, ഏറെ നാണം കെടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിലയിരുത്തൽ. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സുധീർ മാഷ് ഇവിടെ പറഞ്ഞു, 1914 മുതൽ ഇന്ത്യയില് ജനുവരി 3 എന്നൊരു ദിവസമുണ്ടെങ്കിൽ ജനുവരി 3 മുതൽ 4 ദിവസവും തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടക്കാറുണ്ടായിരുന്നു. ഈ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാന ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നാം ഇന്ന് അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞത്. 1947 നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് അന്നത്തെ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. 51
നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടവയായിരുന്നു എന്നാണ് വസ്തുത. പരിഷത്ത് അതിന്റെ ഒരു ചെറിയ പ്രതിഷേധം എന്ന രീതിയിൽ ഒരു ശാസ്ത്ര കലണ്ടർ ലൂക്കയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രകാശനം കൂടി ഇവിടെ നടക്കുകയാണ്. അതിൽ നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് രാഹുകാലം പിറന്നാളും തത്വമൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ജനുവരി 20-ന് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും നക്ഷത്രമായ കാർത്തികയും അടുത്തു വരുമെന്ന് ഇപ്പോഴേ അതിൽ പ്രവചിച്ചിട്ടുണ്ട്. ഇത്തരം ശാസ്ത്ര പ്രവചനങ്ങളും ശാസ്ത്ര പഠനത്തിനുമുള്ള സാധ്യത തുറന്നിടുന്ന ലൂക്കയുടെ സയൻസ് കലണ്ടർ കണ്ണമ്പള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷരയ്ക്ക് നൽകിക്കൊണ്ട് ദിവാകരൻ മാഷ് പ്രകാശനം ചെയ്തു. ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന് ഏറെ വിമർശനം പാർലമെന്റ് അടക്കം ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരു വസ്തുതയായിരുന്നു. കാരണം പട്ടിണി മാറ്റാനാണോ മുൻഗണന നൽകേണ്ടത്, വിദ്യാഭ്യാസത്തിനാണോ മുൻഗണന നൽകേണ്ടത്, അല്ലെ ശാസ്ത്ര പാരമ്പര്യത്തിനാണോ മുൻഗണന നൽകേണ്ടത്? വലിയ വെല്ലുവിളികളിലൂടെയാണ് അദ്ദേഹം ശാസ്ത്രത്തിന്റെ വെള്ളി വെളിച്ചം പകർന്നെങ്കിൽ മാത്രമേ സ്ഥായിയായ വികസനം, സുസ്ഥിര വികസനം എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റൂ എന്നതാണ്. ആദ്യം അദ്ദേഹം ചെയ്തത് ലോകത്തിന്റെ നാനാഭാഗത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വംശജരായ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. എന്റെ നാട്ടിൽ ഒരു ശാസ്ത്രജ്ഞ ഉണ്ടായിരുന്നു, ജാനകി അമ്മാൾ. ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് ജാനകി അമ്മാളിനെ കുറിച്ച് അറിയുന്നത്. തലശ്ശേരിക്കാരിയാണ് ജാനകി അമ്മാൾ. ജാനകി അമ്മാൾ അമേരിക്കയിലെ ജാനകി അമ്മാളിന്റെ അടക്കമുള്ള ആളുകളെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. വൈരൂ ബാബു, ജാനകി അമ്മാളും, മേഘനാഥ് സാഹ, അങ്ങനെ എണ്ണമറ്റ ശാസ്ത്ര പ്രതിഭകളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരികയും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തിൽ തുടക്കം കുറിച്ചതെന്നാണ്. പക്ഷെ അത് മാത്രമല്ല ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം. അതിന് മുമ്പ് ഇന്ത്യക്ക് ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അന്നത്തെ ആ ഒരു പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന മതങ്ങളുടെ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവൻ, പണിയെടുക്കുന്നവന്റെ അവന്റെ സ്കില്ല് രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പരിഷത്ത് അവന്റെ ആദ്യ കലാജാതിയിൽ ചോദിച്ചു, താജ്മഹൽ പണിതത് ആര്? അപ്പോൾ ഷാജഹാൻ എന്നതിന് ഉത്തരം അതല്ല, വെണ്ണക്കൽ പാളികളിൽ ചതഞ്ഞറിഞ്ഞു വീണിരിക്കുന്ന തൊഴിലാളികളാണ് താജ്മഹൽ പണിതുയർത്തിയത് എന്നാണ്. ക്രെയിനുകളോ മറ്റ് സാങ്കേതിക വിദ്യകളോ ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് പോലും ഇത്രയും ഉയരത്തിലേക്ക് ഇത്രയും ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തി വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള കീഴാളരായ തൊഴിലാളികൾ നമുക്കുണ്ടായിരുന്നു. ആ കീഴാളരായ തൊഴിലാളികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെ ചാതുർവർണ്ണത്തിന്റെ പേരിൽ അക്ഷരം വിപ്രഹസ്തനായി എന്ന് പറയുകയും ചാതുർവർണ്ണത്തിൽ അതൊക്കെ അവർ അക്ഷരം പഠിക്കേണ്ട എന്ന് പറയുകയും ചെയ്തപ്പോൾ അവരുടെ ആ വൈദഗ്ധ്യത്തെ രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇന്ത്യയുടെ വസ്തുത. പക്ഷേ ഇത് ചാതുർവർണ്ണത്തിന്റെ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യ ശാസ്ത്രരംഗത്തേക്ക് ഏറ്റവും പിന്നോക്കം പോയത്. ഇപ്പൊ ഭരണകൂടം പറയുന്നത് അന്നത്തെ ആ നിലയിലേക്ക് നമ്മൾ നിങ്ങളെ എത്തിക്കുമെന്നാണ്. ചാതുർവർണ്ണത്തിന്റെ നിലയിലേക്ക് മനുസ്മൃതിയാണ് അടിസ്ഥാന തത്വം എന്ന രൂപത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ ഈ മുദ്രാവാക്യവുമായി മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. പരിഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന രീതിയിൽ വ്യക്തിപരമായും സാമൂഹ്യ ജീവി എന്ന രീതിയിൽ സാമൂഹികപരമായും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആർട്ടിക്കിൾ 51 അതിൽ ഇന്ത്യൻ പൗരന്മാരുടെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആർട്ടിക്കിൾ 51A(H) പറയുന്നത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിറ്റി ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോംസ് എന്നാണ്. ഈ 4 വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ 1962 മുതൽ ഇന്ത്യയിലെ ശാസ്ത്ര പ്രവർത്തനം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രം നിഷേധിക്കപ്പെടുന്നത്? ശാസ്ത്രം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാനുള്ള കഴിവാണ്, ഒരു പൗരന്റെ ചോദ്യം ചെയ്യാനുള്ള കഴിവാണ്. തന്റെ ജീവിത സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് തനിക്ക് യുക്തമല്ലാത്തതിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രത്തിന്റെ രീതി. ആ രീതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പല ഭരണകൂട സംവിധാനങ്ങളെയും നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് വരും എന്നാണ്. നമ്മുടെ അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഗ്രസുകൾ ശാസ്ത്രവിരുദ്ധതയുടെയും അസത്യങ്ങളുടെയും പ്രചാരണത്തിനും പ്രബന്ധമായി അവതരിപ്പിക്കുന്നതിനുമുള്ള ഇടങ്ങളായി മാറിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ആ ഇടം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക്, ഇനി അങ്ങനെ ഒരു ഇടമേ ഉണ്ടാകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ജ്ഞാനാന്തത തുടച്ചു മാറ്റി ശാസ്ത്ര സത്യാന്വേഷികളെ യുഗാന്തരങ്ങൾ നമുക്ക് നൽകി ശാശ്വതമല്ലോ സത്യം ശാസ്ത്രമൊന്നേ സത്യം ശാസ്ത്രമൊന്നേ സത്യം ശാസ്ത്രമൊന്നേ സത്യം. ശാസ്ത്രം അത്രത്തോളം വളർച്ച പ്രാപിച്ചിരിക്കുന്നു. ലോകത്തിലെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് കോവിഡ് വാക്സിൻ നമുക്ക് 1.5 കൊല്ലം കൊണ്ട് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ആ കോവിഡ് വാക്സിൻ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ കോവിഡ് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇന്ത്യയിൽ പറഞ്ഞെന്താണ്, കോവിഡ് എന്ന് പറയുന്നത് നിങ്ങൾ വാക്സിൻ കുത്തിവെക്കേണ്ടതല്ല, അതിന് പകരം പണ്ട് പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന ചാണകത്തിലൂടെ നമുക്ക് ഈ കോവിഡിനെ മാറ്റാൻ വേണ്ടി പറ്റും. ചാണകത്തിലൂടെ മാറ്റാൻ വേണ്ടി പറ്റി ചാണകം വെച്ച് കോവിഡിന് മരിച്ചുപോയ കുറെ ആളുകളുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഗംഗയിലേക്ക് ഈ ശവം നിമജ്ജനം ചെയ്യുകയാണെങ്കിൽ അത് പുണ്യം കിട്ടും. അപ്പൊ കോവിഡിന് മരിച്ചുപോയവരെ മുഴുവൻ ഗംഗാനദിയിലേക്ക് ഒഴുക്കിയപ്പോഴേ എത്ര ആളുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വന്നു. ലോകത്ത് തന്നെ ശാസ്ത്രബോധം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഭരണഘടനയിലുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അത് നമുക്കൊക്കെ വല്ലാത്ത ആവേശമുണ്ട്, പ്രത്യേകം ശാസ്ത്രം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ശാസ്ത്ര പ്രചാരകർക്കുമൊക്കെ. അത്തരമൊരു രാജ്യത്താണ് കഴിഞ്ഞ 109 വർഷങ്ങളായി കോവിഡ് സജീവമായ 2021-ലും 22-ലും മാത്രം നിലനിന്ന് 109ാമത് ശാസ്ത്ര കോൺഗ്രസ് ഈ ജനുവരി 3-ാം തീയതി ലക്നൌ സർവകലാശാലയിൽ നടക്കേണ്ടതായിരുന്നു. നിർഭാഗ്യകാര്യമെന്ന് പറയട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു 5 കോടിയുടെ സാമ്പത്തിക സഹായം കിട്ടാത്തത് കൊണ്ട് ആ പരിപാടി തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിലച്ചിരിക്കുകയാണ് എന്ന് പറയാം. കാരണം മാറ്റിവെച്ചിരിക്കുന്നതിനൊക്കെ ബദലായിട്ട് ഇന്ത്യയുടെ ഒരു ദേശീയോത്സവം എന്ന രീതിയിൽ വലിയൊരു ചടങ്ങ് ഈ ജനുവരിയിൽ തന്നെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. അതിന്റെ പബ്ലിസിറ്റി പല രീതിയിൽ നവമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ആവേശത്തിൽ ഇത്തരം ശാസ്ത്ര സെമിനാറുകളൊക്കെ ഇനി നടക്കാൻ പോകില്ല എന്ന് ഇപ്പോഴുള്ള തീരുമാനങ്ങൾ പ്രകാരം പരിഷത്തിന് ഏകദേശം ഉറപ്പാണ്. ശാസ്ത്ര കോൺഗ്രസ് തലത്തിൽ മാത്രമല്ല ചെയ്തത്, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ജീവിക്കുന്ന അടിസ്ഥാന ഗവേഷണ മേഖലയിലുള്ള ഫണ്ട് മുഴുവൻ ഇല്ലാതാക്കി വെട്ടിക്കുറച്ചു എന്നാണ്. ഇന്ന് ഇന്ത്യയില് ഏറ്റവും കുറവ് ഫണ്ട് അനുവദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാര്യം 0.7% ഇന്ത്യയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 0.7% മാത്രമേ ശാസ്ത്ര മേഖലയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടുള്ളൂ. അതിൽ തന്നെ അടിസ്ഥാന ഗവേഷണ മേഖലയിൽ നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടുകൾ മുഴുവൻ എടുത്ത് കളഞ്ഞിരിക്കുന്നു. പ്രതിരോധ മേഖലയിലും ആയുധ നിർമ്മാണ മേഖലയിലേക്ക് മാത്രമേ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടുന്നുള്ളൂ എന്നാണ്. ശാസ്ത്രമെന്നാൽ അറിവാണ്, ശാസ്ത്രമെന്നാൽ അറിവാണ്, ശാസ്ത്രമെന്നാൽ അറിവാണ്, ശാസ്ത്രമെന്നാൽ അറിവാണ്, ഇരുട്ടു നീക്കം തെളിവാണ്, ഇരുട്ടു നീക്കും തെളിവാണ്, ഇരുട്ടു നീക്കം തെളിവാണ്, ഇരുട്ടു നീക്കും തെളിവാണ്. ശാസ്ത്രത്തിന്റെ തേരിലേറ്, ശാസ്ത്രത്തിന്റെ പേരിലേറി, ശാസ്ത്രത്തിന്റെ തേരതിലേറ് ശാസ്ത്രത്തിന്റെ തേരതിലേറി കുതിച്ചു പോകാം മുന്നോട്ട്, കുതിച്ചു പോകാം മുന്നോട്ട്, കുതിച്ചു പോകാം മുന്നോട്ട്. കുതിച്ചു പോകാം മുന്നോട്ട്. അപ്പൊ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിനെ നിശ്ചയിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യകളെ മാത്രം ഉപയോഗിക്കുക, അതിന് നിദാനമായിരിക്കുന്ന ശാസ്ത്രത്തെ ഇല്ലാതാക്കുക, അത് തമസ്കരിക്കുക, ഈ ഒരു രീതിയാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഗവേഷണം നടത്തി നിങ്ങൾക്ക് ഫണ്ട് തരാം. അത് പ്രധാനമായിട്ടും പശു കേന്ദ്രീകൃതമായ ഗവേഷണങ്ങൾക്കാണ് ഫണ്ട് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പഞ്ചഗവ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഗവേഷണം നടത്തുകയാണ്, നിങ്ങൾക്ക് എത്ര കോടികൾ വേണമെങ്കിലും ഫണ്ട് ലഭ്യമാവും. പശുവിനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ വളർത്തിയ പശുവിനെ എരുമ ആടിയൊക്കെ വളർത്തിയപ്പോൾ മനുഷ്യൻ അതിന്റെ പാല് അവന്റെ ദൈനംദിന ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് പ്ലൂട്ടോണിയം ഉണ്ടെന്നും ചാണകത്തില് സ്വർണമുണ്ടെന്നും പറയുന്ന രൂപത്തിലേക്ക് വിവരമുള്ള ശാസ്ത്രകാരന്മാരടക്കം പോകുന്ന രൂപത്തിലേക്ക് ഇന്ത്യൻ ശാസ്ത്ര പാരമ്പര്യത്തെ നമ്മൾ തമസ്കരിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ തമസ്കരിക്കുമ്പോഴും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അത് ഞങ്ങളുടെ നേട്ടമാണ്, പ്രധാനമന്ത്രിയുടെ നേട്ടമാണ്, അല്ലെ ഭരണകൂടത്തിന്റെ നേട്ടമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണം എന്ന് പറയുന്നത് അത് ഇന്നലെ ഉണ്ടായ ഒരു സാധനമല്ല. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്നു വരുന്ന ശാസ്ത്ര ഗവേഷണത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച് കൂട്ടിയിരിക്കുന്ന ശാസ്ത്രത്തിന്റെ ആകെത്തുകയാണ് ചന്ദ്രയാൻ 3. പക്ഷെ അങ്ങനെ പോയപ്പോൾ ചന്ദ്രയാൻ 3 അടങ്ങിയിരിക്കുന്ന പോയിന്റിന് ഞങ്ങൾ പേര് കൊടുത്തു ശിവശക്തി പോയിന്റ് എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ വരുന്ന കാര്യങ്ങളെയൊക്കെ മതത്തിന്റെ പേര് വെച്ച് മതത്തിന്റെ നാമത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകളെല്ലാം
യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരികയും നമ്മൾ ചിന്താരംഗത്തും ദൈക്ഷണിക രംഗത്തും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് ജാതീയത കൊണ്ടാണ്. പ്രായോഗികമായ ജോലികൾ ചെയ്യുകയും പ്രായോഗികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന മനുഷ്യരിലേക്ക് വിദ്യാഭ്യാസം എത്താതിരിക്കുന്ന തരത്തിൽ ജാതീയതയുണ്ടായിരുന്ന ഒരു സമൂഹത്തെ, ആ ജാതീയത എത്രമാത്രം സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടഞ്ഞു എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇന്ന് വീണ്ടും അത്തരം ജാതീയതയിലേക്കും മത ചിന്തകളിലേക്കും നമ്മളെ തിരിച്ചു നടത്തുമ്പോൾ മുന്നോട്ട് നടന്ന ഇന്ത്യ ഇനി എത്ര പിന്നോട്ട് നടക്കും എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 108ാം സ്വാതന്ത്ര്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. 108ാം സ്വാതന്ത്ര്യ കോൺഗ്രസിന്റെ മുദ്രാവാക്യം തന്നെ പറയുന്ന എന്താണ്? സ്ത്രീ ശക്തി സുസ്ഥിര വികസനത്തിന് വേണ്ടി എന്നുള്ളതാണ് 108ാം സ്വാതന്ത്ര്യ കോൺഗ്രസിന്റെ വികസന അതിന്റെ മുദ്രാവാക്യമായിട്ട് വന്നത്. 108ാം സ്വാതന്ത്ര്യ കോൺഗ്രസ് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഇന്ത്യയിലെ സ്ത്രീ ശക്തിക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. കാരണം നമ്മുടെ ഗുസ്തി താരങ്ങൾ ഇപ്പോഴും മഞ്ഞും വെയിലും കൂടിയിട്ട് അവർ സമരത്തിലാണ്. കാരണം അവരുടെ മത്സരവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന കാര്യങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. അതിനെതിരെ അന്വേഷണം വേണമെന്നും ആ കാര്യങ്ങളെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിനോ ഇന്ത്യയുടെ ഭരണാധികാരിക്കോ അത് പരിഹരിക്കാൻ സമയം കിട്ടിയില്ല. ഹാത്രസിലും കാവേരിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ വരുന്നു. ഇവിടെ മണിപ്പൂരില് കുക്കിവാസികളായ 2 സ്ത്രീകളെ നഗ്നയായി നടത്തി പോകുന്ന ഒരവസ്ഥ ചിത്രീകരിക്കപ്പെട്ടു. അപ്പൊ ഒരു ഭാഗത്ത് സ്ത്രീ ശക്തിയെ രാഷ്ട്രത്തിന്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടി പുനർനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നു. ശാസ്ത്ര കോൺഗ്രസ് അതിന് വേണ്ടുന്ന പ്രബന്ധം അവതരിപ്പിക്കുന്നു. അത് മറ്റു കാര്യങ്ങൾ വരുന്നു. മറുഭാഗത്ത് ഇതിന് ഘടകവിരുദ്ധമായ രൂപത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ബോധത്തെയും മതേതര ബോധത്തെയും മാറ്റി തീർക്കുന്നു എന്നാണ്. ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്ര പ്രവർത്തനം നടത്തിയതുകൊണ്ടും ശാസ്ത്രം തെളിച്ചു നീക്കിയതുകൊണ്ടാണ് കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് പണ്ടുകാലത്ത് സജീവമായ ഒടിയൻ അപ്രത്യക്ഷനായത്. അതിനുത്തരവാദി KSEBയുടെ വെള്ളി വെളിച്ചമാണ്. കാരണം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ മാറ്റിയത് ഇവിടെ ഭരിച്ചിരിക്കുന്ന അന്യമതസ്ഥരായ ആളുകളുടെ ഭരണകൂടം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നും അതുകൊണ്ട് ആ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഏറ്റവും പിന്നോക്കം പോയത് എന്ന രൂപത്തിലേക്ക് ചരിത്രത്തെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ്. 2022 നവംബർ മാസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അന്ന് ഇന്ത്യയുടെ തനത് ചരിത്രത്തിൽ നിന്ന് മാറ്റിപ്പണിയതുണ്ട് എന്ന ഒരു പ്രസംഗം ICHR നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് സെന്ററിൽ പ്രസംഗിച്ചപ്പോഴേ അവർ പറഞ്ഞു 3 കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ. അതിലൊരു കാര്യം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്, അത് പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് യൂറോപ്പിനേക്കാളും അമേരിക്കയെക്കാളും മേലെയായിരുന്നു, മുകളിലായിരുന്നു ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം. നിങ്ങൾ ഗവേഷണത്തോടെ അത് തെളിയിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്, അന്ന് മധ്യകാല ഇന്ത്യ ഇപ്പൊ ചരിത്രത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ മുഗൾ രാജാക്കന്മാരുടെയും മുസ്ലിം രാജാക്കന്മാരുടെയും ഭരണകൂടത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള മുസ്ലിം രാജാക്കന്മാരും മുസ്ലിം സൈനികരൊക്കെ ക്രൂരന്മാരായിരുന്നു, നീചന്മാരായിരുന്നു, അവരൊന്നിനും കൊള്ളാത്തവരായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന 10-30ഓളം വരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ ചരിത്രം നമ്മുടെ ചരിത്ര പാഠപുസ്തകത്തിലേക്ക് കടന്നു വരണമെന്നാണ്. ആധുനിക ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആ സ്വാതന്ത്ര്യ സമരാനന്തര കാലഘട്ടത്തിൽ ഭരണകർത്താക്കളായി വന്നിരിക്കുന്ന നെഹ്റുവും ഗാന്ധിയും കഴിവ് കുറഞ്ഞവരായിരുന്നു. അവർക്ക് ഇന്ത്യയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല. കഴിവുള്ളവരെന്ന് പറയുന്നത് പട്ടേലും സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകളായിരുന്നു. അപ്പൊ അവര് കഴിവ് കുറഞ്ഞവരായിരുന്നു എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുറെ കാലത്തെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നെഹ്റു എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ചരിത്ര പാഠപുസ്തകത്തിലേക്കില്ല. ഈ രൂപത്തിലേക്ക് ചരിത്രത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. നൂറ്റാണ്ടായി തുടരുന്ന ശാസ്ത്ര സെമിനാർ നിർത്തലാക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശം? നിങ്ങൾക്കെന്താണ് അധികാരം? ഈ പരിണാമ സിദ്ധാന്തം വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ സാധ്യതയുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം എന്നാണ് പറഞ്ഞത്. പഞ്ചഭൂതാത്മകം പറയുമ്പോൾ ആവർത്തന പട്ടിക പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ പഞ്ചഭൂതം, ഈ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളും മനുഷ്യ ശരീരത്തിൽ 52ഓളം മൂലകങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ.
അപ്പൊ എങ്ങനെ പഞ്ചഭൂതത്തിന് അധിഷ്ഠിതമാവുക? ഈ 52 മൂലകങ്ങൾ ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. കാര്യം പരിണാമ സിദ്ധാന്തങ്ങളെ ഒഴിവാക്കുക, ആവർത്തന പട്ടികയെ ഒഴിവാക്കി കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കുട്ടി അറിയാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. അപ്പോ ഒരു ഭാഗത്ത് സാങ്കേതിക വിദ്യകളെ നിങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാം, മറുഭാഗത്ത് സാങ്കേതിക വിദ്യകൾക്ക് അധിഷ്ഠിതമായ ശാസ്ത്രത്തെ നിരാകരിക്കുക. അപ്പോൾ ഇപ്പോഴും ഇന്ത്യക്കാരുടെയും കേരളീയരുടെയും ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ മനസ്സുകളിലേക്ക് ശാസ്ത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിന് പകരം നിഗൂഢതയുടെ ഇരുണ്ട വെളിച്ചം വരുത്താനുള്ള തീരുമാനങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് പരിശീലനെ പോലെ, അധ്യാപക പ്രസ്ഥാനങ്ങളെ പോലെ, ജനകീയ പ്രസ്ഥാനങ്ങളെ പോലെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മയായ ഒത്തുചേരൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറയാനുള്ളത്. ശാസ്ത്ര രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടാകുമ്പോൾ ഇതിന് അധിഷ്ഠിതമായിരിക്കുന്ന ശാസ്ത്ര വിജ്ഞാനത്തെ തമസ്കരിക്കുകയും അതോടൊപ്പം തന്നെ എന്താ, കഴിഞ്ഞ പ്രാവശ്യം നോക്കി നമുക്ക് മനസ്സിലാവും, പെഗാസസ് ഇസ്രായേലിലെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ, ചാര സോഫ്റ്റ്വെയർ. ആ സാങ്കേതിക വിദ്യയായ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ ഭരണകൂടത്തിന്റെയും മറ്റാളുകളുടെയും ഫോൺ ചോർത്താൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരുടെ അടക്കം എതിർക്കുന്നവരുടെ ഫോൺ ചോർത്താൻ പെഗാസസ് ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അതിന് അധിഷ്ഠിതമായ ശാസ്ത്രത്തെ നിരാകരിക്കുന്നു, മറുഭാഗത്തെ ശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളായ സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. അന്ധവിശ്വാസ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് സാങ്കേതിക വിദ്യകളാണ്. ഇതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിർക്കുന്നത്. പരിഷത്ത് ആരംഭകാലം മുതൽ പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രീതിശാസ്ത്രമാണ്, പഠനമാണ്, വിജ്ഞാനമാണ്. ആ രീതിശാസ്ത്രത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് പോലുള്ള കോൺഗ്രസുകൾ ഉണ്ടായേ പറ്റൂ. സയൻസു നൽകിയ ചിറകുകളിൽ, സംഗീതത്തിൻ ബീജികളിൽ വരുന്നു ഞങ്ങൾ കലയുടെ വീണ കമ്പികൾ മീട്ടിപ്പാടി. ശാസ്ത്രമൊന്നേ സത്യം, ശാസ്ത്രമൊന്നേ സത്യം, ശാസ്ത്രമൊന്നേ സത്യം. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പറയാനുള്ളത്, ഇത്തരം ശാസ്ത്ര കോൺഗ്രസുകൾ നടക്കണം, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണം, അത് ആവശ്യമായ ഫണ്ട് നീക്കി വെക്കണം. കേവലം 5 കോടി രൂപ മാത്രമേ ഉള്ളൂ. 3000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ പ്രതിമകൾ ഉണ്ടാക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഭാവി വികസനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് നടക്കാൻ വേണ്ടിയുള്ള 5 കോടി രൂപ കൊടുക്കാനില്ല. പൊതു സംവിധാനങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൊതു സംവിധാനങ്ങൾക്കുള്ള ധന വിനിയോഗം മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് കാർഷിക മേഖല മാത്രമായിരുന്നു. അതും ഒരു ബില്ലിലൂടെ, കോവിഡ് കാലത്ത് ഒരു ബില്ലിലൂടെ നമ്മൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ കർഷകരെന്ന് പറയുന്നത് അവര് വെയിലിനും മഞ്ഞിനും മഴയിലും തൊഴിൽ ചെയ്ത് കരുത്ത് നേടിയവരായതുകൊണ്ട് അവർ 1-1.5 വർഷക്കാലത്തോളം സമരം ചെയ്തുകൊണ്ട് ആ നിയമത്തെ മാത്രം ഇല്ലാതാക്കി. അതേസമയത്ത് തന്നെയാണ് നമ്മുടെ ദേശീയ പാഠ്യപദ്ധതി മാറ്റിയത്. പക്ഷെ അതിനെതിരെ ഒരു പ്രതിഷേധവും വന്നില്ല, ഒരു ഭാഗത്തും വന്നില്ല. ഇന്ത്യ എന്നൊരു രാജ്യത്തെ, ഇന്ത്യ എന്നൊരു രാജ്യത്തെ, ഇന്ത്യ എന്നൊരു രാജ്യത്തെ, ഇന്ത്യ എന്നൊരു രാജ്യത്തെ വീണ്ടും ഇരുട്ടിൽ തള്ളാനോ, വീണ്ടും ഇരുട്ടിൽ തള്ളാനോ, വീണ്ടും ഇരുട്ടിൽ തള്ളാനോ, വീണ്ടും ഇരുട്ടിൽ തള്ളാനോ, പിന്നോട്ടിനിയും നടത്താനോ, പിന്നോട്ടിനിയും നടത്താനോ, പിന്നോട്ടിനിയും നടത്താനോ, പിന്നോട്ടിനിയും നടത്താനോ, മതനിയമത്തിൽ കുരുക്കാനോ, മതനിയമത്തിൽ കുരുക്കാനോ, മതനിയമത്തിൽ കുരുക്കാനോ, മതനിയമത്തിൽ കുരുക്കാനോ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ശാസ്ത്രത്തിന്റെ തെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ തെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ തെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ തെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ വെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ വെളിച്ചവുമായി, ശാസ്ത്രത്തിന്റെ വെളിച്ചവുമായി ശാസ്ത്രത്തിന്റെ വെളിച്ചവുമായി ഒന്നിച്ചൊന്നായി മുന്നോട്ട്, ഒന്നിച്ചൊന്നായി മുന്നോട്ട്, ഒന്നിച്ചൊന്നായി മുന്നോട്ട്, ഒന്നിച്ചൊന്നായി മുന്നോട്ട്, ശാസ്ത്ര പരിഷത്ത് മുന്നോട്ട്. അതുകൊണ്ട് ഇത് അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട്, പാരമ്പര്യത്തെ അഭിരമിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഭരണകർത്താക്കൾ അവര് ഉണർന്നേ പറ്റൂ. ശാസ്ത്രവും ശാസ്ത്ര ഗവേഷണവും അടിസ്ഥാന ശാസ്ത്ര ഗവേഷണങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി എങ്കിൽ മാത്രമേ നമുക്കിനി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യക്ക് ഒരടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു ഇന്ത്യൻ അവസ്ഥ സംജാതമാക്കരുത്. അതുകൊണ്ട് ഇന്ത്യൻ
ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടപ്പിലാക്കാൻ ആവശ്യമായ ആർജവം ഭരണകൂടം കാണിക്കണം, അതിനാവശ്യമായ തുക നൽകണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പറയാനുള്ളത്. കേരളത്തിൽ പോലും ജാതി കൊലപാതകങ്ങളും ജാതീയതയുടെ പേരിലുള്ള അധിക്ഷേപങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നത് ജാതീയതയും മതബോധവും അശാസ്ത്രീയതയും പൊതുബോധമായി ഉയർന്നു വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണകർത്താക്കൾ അതിനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത്, അതിനെതിരായ വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ജനാധിപത്യ ബോധവും ശാസ്ത്രബോധവും ചരിത്രബോധവുമുള്ള ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും നിറവേറ്റേണ്ടതുണ്ട്. സമാന ചിന്താഗതിക്കാരായ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ ബോധവും പൊതു ശാസ്ത്രബോധവും ചരിത്രബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ KSTAയും ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ രൂപത്തിലുള്ള ഒരു രാജ്യമല്ല നമുക്ക് വേണ്ടത്. സ്വാതന്ത്ര്യത്തിന്റെ 76 വർഷം കഴിയുമ്പോൾ ഏറ്റവും മികച്ച അമേരിക്കയെക്കാളും യൂറോപ്പിനേക്കാളും മികച്ച ശാസ്ത്രജ്ഞന്മാരും മനുഷ്യ വിഭവമുള്ള രാജ്യമാണ് ഇന്ത്യ. ബുദ്ധിയുള്ളവരുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തെ വീണ്ടെടുക്കുകയും ശാസ്ത്ര ഗവേഷണ സംവിധാനങ്ങളെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഈ വൈകിയ വേളയിൽ ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുള്ളത്. വിശ്വാസങ്ങൾ തിരുത്തിയെഴുതിയ ശാസ്ത്ര കലാലുകായകരെ ഇതിലെ പാഞ്ഞു വരട്ടെ നിങ്ങളുടെ സ്വർണ്ണരഥം, നിങ്ങളുടെ സ്വർണ്ണരഥം, നിങ്ങളുടെ സ്വർണ്ണരഥം. ശാസ്ത്ര പരിഷത്ത് മുന്നോട്ട്, ശാസ്ത്ര പരിഷത്ത് മുന്നോട്ട്, ശാസ്ത്ര പരിഷത്ത് മുന്നോട്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സിന്ദാബാദ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സിന്ദാബാദ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സിന്ദാബാദ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സിന്ദാബാദ്.